പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന കാര്യം 1000 പേർക്ക് ധൈര്യം പകർന്നാൽ ഈ ലോകം നീ കീഴടക്കും. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും ഏജൽസ് ഗെയിം സോൺ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. സോ നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ ഫ്രീ ഫയറിനെ കുറിച്ച് അധികം അറിയാത്തൊരു പ്ലെയർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടിപ്പോവും. സോ ഈ ഒരു വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ അതൊക്കെ വെച്ച് നമുക്കൊരു പാർട്ട് 2 വീഡിയോ തയ്യാറാക്കാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ കണ്ട് ഇതിലില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ താഴെ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യമേ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഗെയിമിൽ ഈ അടുത്തായി ആഡ് ചെയ്ത ടീം കോഡ് ഫീച്ചറാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലാത്തവരുടെ കൂടെ അവരുടെ സ്ക്വാഡിൽ കയറാം. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ലൈവ് ഇടുന്നവരുടെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ടീം കോഡ് ഫീച്ചർ വെച്ച് അവരുടെ ഫ്രണ്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവരുടെ കൂടെ കളിക്കാം. സോ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ഏത് സ്ക്വാഡിലാണോ കയറേണ്ടത് ആ ഒരു സ്ക്വാഡിൻ്റെ ടീം കോഡ് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ടീം കോഡ് എന്നുള്ളത്. സോ ആ ഒരു നമ്പർ നിങ്ങൾ കണ്ട് ആ ഒരു നമ്പർ വെച്ച് നിങ്ങൾക്ക് ആ ഒരു സ്ക്വാഡിൽ ജോയിൻ ചെയ്യാം. സോ അതിനായി നിങ്ങൾ ഈ ഒരു ഇൻവൈറ്റ് എന്നുള്ളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് താഴെ ഫാസ്റ്റ് ടീം എന്ന് കാണാം. സോ ആ ഒരു ഫാസ്റ്റ് ടീമിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് ആ ഒരു ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സ്ക്വാഡിലോട്ട് ഫ്രണ്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കയറാവുന്നതാണ്. അടുത്തതായി പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഗെയിമിൽ ഈ അടുത്തായി വന്ന മറ്റൊരു ഫീച്ചറാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ സ്റ്റാർ ഫ്രണ്ട് ആക്കി മാറ്റാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും. സോ അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് കളിക്കാൻ ആഗ്രഹമുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ടൈം നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം. സോ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് വേണ്ട ഫ്രണ്ട്സിനെ അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് എ സ്റ്റാർ ഫ്രണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്സ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ടോപ്പ് പൊസിഷനിൽ ചെന്ന് നിൽക്കും. സോ നിങ്ങൾക്ക് വേഗം അവരെ ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സ്ക്വാഡിലോട്ട് വേഗം കയറാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനിവിടെ കുറച്ച് പേരെ സ്റ്റാർ ഫ്രണ്ട് ആക്കി വെക്കുന്നുണ്ട്. സോ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് എ സ്റ്റാർ ഫ്രണ്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഇൻവൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സ്റ്റാർ ഫ്രണ്ട് ആക്കി വെച്ചവരൊക്കെ ടോപ്പ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾക്ക് കളിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഫീച്ചർ വെച്ച് പെട്ടെന്ന് കളിക്കാവുന്നതാണ്. അടുത്തതായി പറഞ്ഞു തരാൻ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷേ എങ്കിലും ഇതറിയാത്ത കുറേ പ്ലെയേഴ്സ് ഉണ്ട്. സോ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലെവൽ 2 ഗിൽഡിൽ മാത്രം ജോയിൻ ചെയ്യുക, എന്നിട്ട് ആ ഒരു ഗിൽഡിലെ മെമ്പേഴ്സിൻ്റെ കൂടെ കളിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ടോക്കൺ 20 ടോക്കൺ വെച്ച് കിട്ടും. ആ ഒരു ടോക്കൺ വെച്ച് നിങ്ങളൊരു ലെവൽ 2 ഗിൽഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സീസണിലും നിങ്ങൾക്ക് 5 വൗച്ചേഴ്സ് 5 ഡയമണ്ട് വൗച്ചേഴ്സും അതുപോലെ തന്നെ 5 വെപ്പൺ വൗച്ചേഴ്സും കിട്ടുന്നതാണ്. സോ ഇത് വെച്ച് നിങ്ങൾക്ക് വെപ്പൺ റോയാലിലും അതുപോലെ തന്നെ ഡയമണ്ട് റോയാലിലൊക്കെ സ്പിന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 5 സ്പിന്ന് ടോട്ടൽ 10 സ്പിന്ന് ലഭിക്കുന്നതാണ്. അടുത്തതായി പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ ഗെയിമിൽ തന്നെയുള്ള ചെറിയ ട്രിക്കാണ്. സോ ഇത് വെച്ച് നിങ്ങൾ കളിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ബൗണ്ടി ടോക്കണും അതുപോലെ തന്നെ സ്കാൻ വാച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. സോ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ആഴ്ചയിലും നിങ്ങൾ ഈ ഒരു ലെക്ക് റോയാലിൽ വന്നിട്ട് ഗോൾഡ് റോയാലിലോ അല്ലെങ്കിൽ ഡയമണ്ട് റോയാലിലോ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾ 20 സ്പിന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗോൾഡ് റോയാൽ 20 സ്പിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 FF ടോക്കൺ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡയമണ്ട് റോയാൽ സ്പിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 സംതിങ് വൗച്ചേഴ്സ് അല്ല FF ടോക്കൺ ലഭിക്കുന്നതാണ്. ഓക്കെ, FF ടോക്കൺ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോക്കൺ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെഡീം ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് വെപ്പൺ റോയാലിലും ഈ ഒരു ടോക്കൺ കിട്ടുന്നുണ്ടോ സ്പിന്ന് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ ആ മുകളിൽ കാണുന്ന ടോക്കൺ എക്സ്ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ റെഡീം എന്നുള്ളതിൽ FF ടോക്കൺ എന്ന് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ക്യാരക്ടർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാർഡ് വേണമെങ്കിൽ വാങ്ങാം,
ഇനി അല്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 15 ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ള ബൗണ്ടിയും അതേപോലെ തന്നെ 10 ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ സ്കാൻ വാച്ച് 7 ദിവസത്തിനുള്ള ആ ഒരു കാർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇത് വെച്ച് നിങ്ങൾക്ക് കളിക്കുന്ന ടൈമിലെല്ലാം ബൗണ്ടി അല്ലെങ്കിൽ സ്കാൻ വാച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. സോ ഇത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തതായി പറഞ്ഞു തരാൻ പോകുന്നത് മിക്ക ബിഗിനർ പ്ലേയേഴ്സിനും അറിയാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾ കസ്റ്റം റൂം വീഡിയോസ് അല്ലെങ്കിൽ 1v1 വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ ധാരാളം പേര് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലൂ വാളല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത്രയും ഗ്ലൂ വാൾ ഇടുന്നതെന്ന്. സോ അതിനായി നിങ്ങൾ ഈ ഒരു ഭാഗത്ത് താഴെ കസ്റ്റം എന്ന് കാണാം. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കസ്റ്റം റൂം കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു താഴെ ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്ലാഷ് സ്ക്വാഡ് ആണെങ്കിൽ ക്ലാഷ് സ്ക്വാഡൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് ഇട്ട് നിങ്ങളുടെ റൂമിലോട്ട് മറ്റാരും കയറാത്ത വിധമാക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ഈ ഒരു അൺലിമിറ്റഡ് ഗ്ലൂ വാൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അവിടെ താഴെ ലിമിറ്റഡ് ആമോ എന്ന് കാണാം. സോ ആ ലിമിറ്റഡ് ആമോ നോ എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഗ്ലൂ വാൾ കസ്റ്റം കളിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതേപോലെ ഈ ഒരു കസ്റ്റം വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കാവുന്നതാണ്. അതേപോലെ 1v1 ഒക്കെ കളിക്കാവുന്നതാണ്. സോ അടുത്തതായി പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ സോളോ വിസിസ് സ്ക്വാഡ് കളിക്കാം എന്നുള്ളതാണ്. സോ അതിന് നിങ്ങൾ സ്ക്വാഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഈ ഒരു ഓട്ടോ മാച്ച് സ്റ്റാർട്ട് ബട്ടൻ്റെ മുകളിൽ ആ ഓട്ടോ മാച്ച് ഓഫ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോളോ വിസിസ് സ്ക്വാഡ് കളിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രീ ഫയർ ആൾക്കും കൂട്ടുകാരുമായൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയിൽ മിസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ അത് വെച്ച് നമുക്ക് ഒരു പാർട്ട് 2 വീഡിയോ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്.